Good afternoon, sir. Yes, Sheila, good afternoon. Fatima, good afternoon. Suhaira, good afternoon. Vignesh, good afternoon. Yes, Suhaira, I am very fine. And what about you? I think you are also very fine. Yes, very good, very good. Okay, yes, keep it up. നമുക്ക് ആരംഭിച്ചാലോ? 33 യെസ്, ഞാൻ ആരെങ്കിലും വരട്ടെ വെച്ച് നോക്കിയതാണ്. യെസ്, ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഈ 5 പേർ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് 2 പേർക്ക് അന്ന് സംസാരിക്കാനായിട്ട് പറ്റിയില്ല. അതിലൊന്ന് അഭിജിത്ത് ആയിരുന്നു, പിന്നെ നബിത, 2 പേരുണ്ടായിരുന്നു. യെസ്, അപ്പൊ ഇന്നിപ്പോ അവര് 2 പേരും ഇല്ലാന്ന് തോന്നുന്നു അല്ലെ? യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ ടെൻസിലേക്ക് വരികയാണ്. ടെൻസില് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞതിന് മുമ്പ് ആയിഷ പറഞ്ഞു നിർത്തിയ കേൾക്കുന്നില്ല ആർക്കും? നോക്കിയേ, കേൾക്കാലോ? വേണമെങ്കില് ഓഡിയോ ഒന്നും കൂട്ടിയിടാം. കേൾക്കാമോ? ഇപ്പോൾ കേൾക്കാമോ? നേരത്തെ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ ആൾക്ക്? യെസ്, കേൾക്കാമോ? ആ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് വീണ്ടും ചർച്ചയിലേക്ക് വരികയാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയപ്പോ സിമ്പിൾ പ്രസ് എല്ലാ ടെൻസുകളെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, അനുലക്ഷ്മി, ടെൻസുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കൂട്ടത്തില് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് സിമ്പിൾ പ്രസന്റ് ആയ വാചകത്തിന്റെ പാസീവ് വോയിസ് എഴുതേണ്ട രീതിയെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ്. അപ്പൊ സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് ആദ്യം ഓബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുന്നു, ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം ബി3 ഉപയോഗിക്കുന്നു,
ഇതാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഇന്ന് ചെറിയൊരു മാറ്റം ഞാൻ വരുത്തുകയാണ്. ആ മാറ്റം വരുത്തിയിട്ട് അതിനെ കുറിച്ചും കൂടി നമുക്കൊന്ന് നോക്കാം. യെസ്, ഞാനൊരു വാചകം പറയുന്നു. മാക്ബത്ത്, അത് എഴുതിയത് MACBETH. Macbeth killed, KILLED, killed സിമ്പിൾ പാസ്റ്റ് പറഞ്ഞതാണല്ലേ? യെസ്, സിമ്പിൾ പാസ്റ്റ് പറഞ്ഞതാണ്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് സിമ്പിൾ പാസ്റ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്തിലോട്ട് പോവാം. സിമ്പിൾ ഫ്യൂച്ചർ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. സിമ്പിൾ ഫ്യൂച്ചർ പറഞ്ഞു. സിമ്പിൾ ഫ്യൂച്ചർ അങ്ങോട്ട് പോവാം. ഓക്കെ 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 ഓക്കെ. സിമ്പിൾ പാസ്റ്റ് പറഞ്ഞാൽ മാക്ബത്ത് ഞാൻ പറഞ്ഞതാണ്. മാക്ബത്ത് യെസ്, മാക്ബത്ത് പറഞ്ഞതാണ്. ഓക്കെ സുഹൈന. അപ്പൊ അതിന്റെ എന്നോടൊപ്പം തന്നെ കുറച്ച് ഐക്കോണിക് ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ ചോദിച്ചിരുന്നില്ലേ? മാക്ബത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ, സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോ കുറച്ച് ഐക്കോണിക് ക്യാരക്ടർ സുഹൈന ഓർക്കുന്നില്ല അല്ലെ? അപ്പൊ അതിന്റെ കൂടെ ഐക്കോണിക് ക്യാരക്ടറിനെ കുറിച്ചുള്ള ഒരു കുറച്ച് ജനറൽ നോളജ് ഞാൻ ചോദിച്ചിരുന്നോ? സാർ, ആ ക്യൂവിന്റെ ഒക്കെ കഥ പറഞ്ഞായിരുന്നു. കിങ്ങിന്റെയും ക്യൂവിനോട് ചോദിച്ച കാര്യം അതൊക്കെ പറഞ്ഞിരുന്നു. യെസ് 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 യെസ്. ഓക്കെ ഓക്കെ യെസ്. അപ്പൊ നമുക്ക് അതിന്റെ അകത്ത് നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ വരാം. 5 മിനിറ്റ് ലാസ്റ്റ് അവസാനിപ്പിക്കുമ്പോൾ വരാം. യെസ്, അപ്പൊ നമ്മൾ സിമ്പിൾ പ്രസന്റിന്റെയും സിമ്പിൾ പാസ്റ്റിന്റെയും പാസീവ് വോയിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് അടുത്ത ഒരു സംഗതിയാണ് നമ്മൾ നോക്കുന്നത്. ഒരു സെന്റൻസ് എഴുതിക്കൂ. വി വിൽ build, BUILD, build a new house. We will build a new house. We will build a new house. ഓക്കെ, പറഞ്ഞിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യും. അപ്പൊ നമ്മളിവിടെ എഴുതിയിരിക്കുന്ന വാചകം we will build a new house. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇത് ഏത് ടെൻസാണിത്? ഇത് സിമ്പിൾ ഫ്യൂച്ചർ ആണ് അല്ലെ? ഓക്കെ, സിമ്പിൾ ഫ്യൂച്ചർ ആണെന്ന് മനസ്സിലായി. നമുക്ക് സബ്ജക്റ്റ് ഉണ്ട്, വിൽ അല്ലെങ്കിൽ ഷാലിലെ വില്ലുണ്ട്, പിന്നെ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ഉണ്ട്. സബ്ജക്റ്റ്, വിൽ അല്ലെങ്കിൽ ഷാലിൽ ഒരു വാചകം, അത് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാം ഇത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഇങ്ങനെ സിമ്പിൾ ഫ്യൂച്ചർ ആണ് വാചകമെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എങ്ങനെയാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്? ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള നിയമത്തിന്റെ വ്യത്യാസമില്ല. ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അത് ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ആൻസർ കിട്ടുന്നത് ഓബ്ജക്റ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഓബ്ജക്റ്റ് എഴുതണം. അപ്പൊ ഇരിക്കും OBJECT, ഓബ്ജക്റ്റ് പ്ലസ് അത് കഴിഞ്ഞതിന് ശേഷം വിൽ ഓർ ഷാൽ, ഓബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ വിൽ എഴുതുക അല്ലെങ്കിൽ ഷാൽ എഴുതുക. വിൽ ഓർ ഷാൽ പ്ലസ് BE പ്ലസ്
വെർബ് വി എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ പി പി പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് പി പി എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഞാനൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഒബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതാണ് സിമ്പിൾ ഫ്യൂച്ചർ ആണ് തന്നിരിക്കുന്ന വാചകമെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എഴുതുക. ആദ്യം ഒബ്ജക്റ്റ് എഴുതുന്നു, പിന്നെ വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതുന്നു, പിന്നെ ബി എഴുതണം, പിന്നെ വെർബ് എഴുതണം, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, നമ്മൾ നേരത്തെ പഠിച്ച സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസിൽ വിൽ അല്ലെങ്കിൽ ഷാല് കഴിഞ്ഞിട്ട് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് വരികയുള്ളൂ നമ്മൾ പറഞ്ഞതാണ്. പക്ഷെ ഇവിടെ വിൽ അല്ലെങ്കിൽ ഷാലും കഴിഞ്ഞ് ഒരു ബിയും കഴിഞ്ഞ് പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം വരുന്ന ഏതെങ്കിലും വാചകം കാണുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഇത് സിമ്പിൾ ഫ്യൂച്ചർ ആയ ഒരു വാചകമാണ്. ആ സിമ്പിൾ ഫ്യൂച്ചർ ആയ വാചകത്തിന്റെ പാസീവ് വോയിസിലേക്ക് മാറ്റി എഴുതിയിട്ടുള്ളതാണ്. സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസ് ആണ്. അപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസ് വരുമ്പോൾ ആദ്യം ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുന്നു, പിന്നെ വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതുന്നു, പിന്നെ ബി എഴുതുന്നു, പിന്നെ വെർബിന്റെ V3 മൂന്നാമത്തെ ഫോം ഉപയോഗിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെന്റൻസ് നമുക്ക് നോക്കാം. വി ഷാൽ ബിൽഡ് എ ന്യൂ ഹൗസ്. ഞങ്ങൾ വി വിൽ ബിൽഡ് എ ന്യൂ ഹൗസ്. ഞങ്ങൾ ഒരു പുതിയ വീട് നിർമ്മിക്കും. ഞങ്ങളൊരു പുതിയ വീട് നിർമ്മിക്കും. എന്ത് നിർമ്മിക്കും? ഒരു പുതിയ വീട്. എ ന്യൂ ഹൗസ് ഒബ്ജക്റ്റ് കിട്ടി, അത് നമ്മൾ ആദ്യം എഴുതി. എ ന്യൂ ഹൗസ്. അത് കഴിഞ്ഞതിന് ശേഷം വിൽ എഴുതി, വിൽ, പിന്നെ ബി ചേർത്ത്, വിൽ ബി. എ ന്യൂ ഹൗസ് വിൽ ബി. ഈ നമ്മൾ നോക്കി, BUILD ബിൽഡ്, അത് പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ മൂന്നാമത്തെ ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കണ്ടുപിടിക്കുക. അത് ഏതാണത്? BUILT. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? എ ന്യൂ ഹൗസ് വിൽ ബി ബിൽറ്റ് ബൈ അസ്. എ ന്യൂ ഹൗസ് വിൽ ബി ബിൽറ്റ് ബൈ അസ്. വി എസ് ആവും, ഐ മീ ആവും, അതൊക്കെ കോമൺ ആയിട്ടുള്ള ഫാക്ടർ തന്നെ. അതിൻ്റെ അകത്തൊന്നും മാറ്റമില്ല. ടെൻസിൽ മാത്രമാണ് മാറുന്നത്. വില്ലോ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ്, ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം. യെസ്, ഓക്കെ. ഇനി ഞാൻ വേറൊരു നിങ്ങളോട് പറയാം, നിങ്ങൾ അത് ചെയ്യാൻ പറ്റുമോ നോക്ക്. ഐ വിൽ ടെൽ യു. ഐ വിൽ ടെൽ യു a story. I will tell you a story. STORY, story. I will tell you a story. Okay. നിങ്ങൾക്ക് അതിന്റെ പാസീവ് വോയിസ് എടുത്ത് മാറ്റാൻ പറ്റും നോക്കി. I will tell you a story. ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതുക, ബി ചേർക്കുക, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. ഓക്കെ. സിനി, അതിനകത്തൊരു വാക്ക് വിട്ടുപോയിട്ടുണ്ട്, നോക്കി. ആ ടോൾഡ് കഴിഞ്ഞിട്ട് വാക്ക് വിട്ടുപോയിട്ടുണ്ട്. ഐ വിൽ ടെൽ യു എ സ്റ്റോറി. യു അല്ല, യു എന്നാണ് നോക്കിയേ. YOU. യെസ്, അതുകൂടെ ചേർത്താൽ മതി. ഓക്കെ. അഞ്ജലി കിരൺ, യു എന്ന് മാത്രം മതി, 2U ഇല്ലെങ്കിലും കുഴപ്പമില്ല.
യെസ്, അപ്പൊ ഞാൻ ആൻസർ പറയാം. എ സ്റ്റോറി വിൽ ബി ടോൾഡ് യു ബൈ മീ. ഇനി ഞാൻ നിങ്ങളോട് ഇതേ വാചകം തന്നെ വേണമെങ്കിൽ നമുക്ക് എ സ്റ്റോറി എന്നുള്ള വേർഡിന് പകരം യു വെച്ച് നമുക്ക് എഴുതാം. രണ്ട് രീതിയിൽ എഴുതാം. യെസ്. അടുത്തത് ഓക്കെ, സുഹൈന കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം ഇതാണ്. They will visit. They will visit us. Us after AFT year, after a week. WEEK, week. They will visit us after a week. WEEK, week. എഴുതിക്കോളൂ. ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുക. ഇതിന്റെ ഒബ്ജക്റ്റ് എന്താ ഞാൻ പറയുന്നില്ല, നിങ്ങൾ അന്വേഷിച്ചു. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ നന്ദന, മോളി നോക്കി. ഓക്കെ സെമി. ഓക്കെ, ആ ബൈ എന്നുള്ളത് ലാസ്റ്റ് ചേർത്താൽ മതി. യെസ്, ഇവിടെ ഒബ്ജക്റ്റ് കണ്ടുപിടിച്ചപ്പോൾ ചില ആളുകൾ മിസ്റ്റേക്ക് പറ്റിയതാണ്. ഓക്കെ അഞ്ജലി. ഓക്കെ നോക്കിയേ, they will visit us after a week. ഒരാഴ്ചക്ക് ശേഷം അവർ ഞങ്ങളെ സന്ദർശിക്കും. ആരെ? ആൻസർ ഉണ്ട്, ഞങ്ങളെ, അസ്. അപ്പൊ അസ് എന്നുള്ളത് എന്താണ്? ഒബ്ജക്റ്റ് ആണ്. അപ്പൊ അസ് വെച്ച് നമുക്ക് ആരംഭിക്കാൻ പറ്റില്ല. അപ്പൊ അത് ബി എന്ന് മാറ്റുക. ബി, വി വിൽ ബി. പിന്നെ വിസിറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വിസിറ്റഡ്, VISITED. We will be visited after a week by them. We will be visited after a week by them. Yes. അടുത്തത്, they will know. KW. They will know the result, RESULT, the result in a month, MONTH, month.
എഴുതിക്കോളൂ. They will know the result in a month. Okay, Simi, correct. Okay, Nandana, correct. Okay, Fatima, correct. Yes. Abhi, the answer. Okay, Alfia, correct. Okay, Anjali, correct. Yes. Okay, the answer, Bhaiya. The result will be known, KNOWN, known in a month by them. By them. ഞാൻ ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഞാൻ പറഞ്ഞത് ഒരു ഒരു ചേഞ്ച് ചെയ്ത് പറയുന്നത്. സിമ്പിൾ ഫീച്ചർ തന്നെ നിങ്ങൾ ആലോചിച്ച് ചെയ്താൽ മതി. ചോദ്യം ഇതാണ്, will anyone help me tomorrow? Will anyone help me tomorrow? Question mark. Okay. ഇത് ചെയ്യാൻ പറ്റും നോക്കി. ഇതുവരെ നമ്മൾ പറഞ്ഞത് സിമ്പിൾ ഫീച്ചറിന്റെ വളരെ എളുപ്പമുള്ള സിമ്പിൾ ആയിട്ടുള്ള വാചകങ്ങളാണ്. ഇതൊന്ന് മാറ്റി പിടിച്ചു മാത്രമേ. വിൽ എനിവൺ ഹെൽപ്പ് മീ ടുമാറോ? Okay, Simi, correct. തന്നിരിക്കുന്ന വാചകം ഒരു ചോദ്യമാണ്. ആൻസറും അതുപോലെ എനിക്ക് മതി.
Okay, actually. Okay, Alfia. Can you customer be down? Okay, Fatima. Yes. Yeah, you know, I came and answer. Will I be helped GFBD tomorrow by anyone? Okay, okay, okay. You may have a model. No one, no one or anyone. No one will teach them, TEACH, teach them. No one will teach them tomorrow. TOMORRW. No one will teach them tomorrow. Okay. No one will teach them tomorrow. Okay, Simi. That's a very easy limit. Okay. Okay, Anjali. Okay, Fatima. Very good. Fatima is very easy. Yes. Now, in the number of I mean, answer. Okay, Simi. No one will teach them tomorrow. Nale avare aarum padippikkilla. Negative. Aare padippikkilla, avare padippikkilla. Them object activity. Appo adu kondu maarumbol subject aayittu maarumbol they ennaakki maaറ്റുക. They will. In no one ennullinte pagaram namukku venangal note cheyyam. They will not be taught tomorrow. They will not be taught. TAUGHT, taught. Teach in the past participle. Taught tomorrow by anyone.
ആരാലും നാളെ അവരെ പഠിപ്പിക്കില്ല. ഇത് തന്നെ നമുക്ക് വേറെ രീതിയിലും എഴുതാം. They will be taught. ആ നോട്ട് കളയാം. They will be taught tomorrow by no one. അപ്പോഴും എന്താണ്? സെയിം ആണ്. യെസ്, ഒരു സെന്റൻസിൽ ഒരു നെഗറ്റീവ് മതി. അപ്പൊ അത് മൊത്തം നെഗറ്റീവ് ആണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ടെൻസ് കഴിഞ്ഞതിന് ശേഷം 3 ടെൻസിന്റെ പാസീവ് വോയിസിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. സിമ്പിൾ പ്രസന്റിന്റെ പറഞ്ഞു, സിമ്പിൾ പാസ്റ്റിന്റെ പറഞ്ഞു, സിമ്പിൾ ഫ്യൂച്ചറിന്റെ പറഞ്ഞു. അപ്പൊ സിമ്പിൾ പ്രസന്റിന്റെ പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് റിമൈൻഡ് ചെയ്യത്, സിമ്പിൾ പ്രസന്റിന്റെ പറഞ്ഞത് ഓബ്ജക്റ്റ് പ്ലസ് സീസണിൽ ആണെങ്കിൽ ആറ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സിമ്പിൾ പാസ്റ്റിന്റെ പറഞ്ഞപ്പോ ഓബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സിമ്പിൾ ഫ്യൂച്ചർ പറഞ്ഞപ്പോ ഒബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് ബി വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇത്രയുമാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അതൊന്ന് അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ വരെയുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. യെസ്, ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചത്, ഞാൻ കുറച്ച് ഐക്കോണിക് ആയിട്ടുള്ള ക്യാരക്ടർ നിങ്ങളോട് ചോദിച്ചിരുന്നു. നിങ്ങൾ അതിന്റെ മറുപടി പറഞ്ഞോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ ആരും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മറുപടി കിട്ടിയില്ല. ഞാൻ സംഭവമാണ്, ചില ഫിലിമുകളിൽ ഉള്ള കഥാപാത്രങ്ങളുടെ പേരുകൾ പറഞ്ഞിട്ട് അത് ഏത് ഫിലിമിലുള്ളതാണ് എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നു. അതാണ് ചോദ്യം. ചോദിച്ചില്ല അല്ലെ? അപ്പൊ അത് ആ മാക്ബത്തിന്റെ കൂടെ വരുന്നതായിരുന്നു വില ചോദിച്ചത്. യെസ്, ഓക്കെ ഓക്കെ, യെസ്. അപ്പൊ ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് ചില ഫിലിമിൽ വന്നിട്ടുള്ള കഥാപാത്രങ്ങളുടെ പേരുകളാണ്. അതൊരു പക്ഷേ ഇംഗ്ലീഷ് സിനിമയാവാം, ഹിന്ദി ആവാം, തമിഴാവാം, മലയാളമാവാം. ഞാൻ ആ സിനിമയിലുള്ള കഥാപാത്രത്തിന്റെ പേരാണ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ആ സിനിമയുടെ പേര് പറയണം. യെസ്, ദാറ്റ് ഈസ് യുവർ ആൻസർ. ഓക്കെ സുഹൈന. പിന്നെ ഇതെല്ലാ സിനിമയും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ പറയുക അത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞേക്കാം. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ചോദ്യം ചോദിക്കാം. ചോദ്യം ഇതാണത്: വാറുണ്ണി. വാറുണ്ണി ഒരു കഥാപാത്രമാണ്, പറയാമോ? വാറുണ്ണി വിച്ച് ഫിലിം? ഓക്കെ സിമി, കറക്റ്റ്. അഞ്ജലി, കറക്റ്റ് കറക്റ്റ് കറക്റ്റ്, വെരി ഗുഡ് വെരി ഗുഡ്. മൃഗയ എന്ന് പറയുന്ന സിനിമയിലെ ഒരു കഥാപാത്രമാണ്. ഓക്കെ ജസീല, ഓക്കെ അൽഫിയ, കറക്റ്റ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ചോദ്യം ആരംഭിക്കുകയാണ്. യെസ്, ആദ്യത്തെ 3 പേരെ നമുക്ക് പരിഗണിക്കാം. I am going to tell you some iconic character. Then identify the movie from the iconic character. Yes. Question number 1. Mukambo. M-U-K-A-M-B-O. Mukambo. Mukambo. M-U-K-A-M-B-O. Simi, you are right. Simi ഇത് കണ്ടിട്ടുണ്ടോ? യെസ്. അപ്പൊ സിമി മാത്രമാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. സിനിമയുടെ പേര് മിസ്റ്റർ ഇന്ത്യ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. ഇനി നെക്സ്റ്റ് ക്യാരക്ടർ ഗബ്ബർ സിംഗ്. ഗബ്ബർ സിംഗ് ഇത് ഞാൻ കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്, പഴയ ഒരു സിനിമയാണ് ഗബ്ബർ സിംഗ്. നല്ല പാട്ടുകളൊക്കെ ഉള്ള സിനിമയാണ്. അല്ല, അതല്ല സുഹൈന.
ഇത് ഒരു ഹിന്ദി സിനിമയാണ്. ആൽഫിയ, യു ആർ റൈറ്റ്. ഷോലെ, ആൽഫിയ ആൻഡ് സിമി. ഓക്കെ, ഈ സിനിമയുടെ പേര് അതാണ്, ഷോലെ. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത്, നെയിം ഓഫ് ദ ക്യാരക്ടർ ഈസ് രാജ കൃഷ്ണപ്പ ബൈറ. രാജ കൃഷ്ണപ്പ ബൈറ, BAIRA. രാജ കൃഷ്ണപ്പ ബൈറ. സിമി എല്ലാ സിനിമയും കാണുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അഞ്ജലി, സുഹൈന. സിമി, അഞ്ജലി ആൻഡ് സുഹൈന. വെരി ഗുഡ്, വെരി ഗുഡ്. കറക്റ്റ് ആണ് ആൻസർ, KGF. വെരി ഗുഡ്. അടുത്തത് വെരി സിമ്പിൾ ആണ്. ചോദ്യം ഇതാണ്, ദേവസേന. ദേവസേന, സിമി, ഫാത്തിമ, നന്ദന. സിമി, ഫാത്തിമ, അതെല്ലാവരുടെയും ശരി. ആൽഫിയ, അതൊക്കെ കറക്റ്റ് ആണ്. നന്ദന, യെസ്, അതെല്ലാവർക്കും അറിയാവുന്ന സിനിമയിലേക്ക് ഒരിക്കറിയാമോ ഇത്? ബാഹുബലി. യെസ്. നെക്സ്റ്റ്, സർക്യൂട്ട്. CIRCUIT, സർക്യൂട്ട്. സർക്യൂട്ട്, സർക്യൂട്ട്. ആൽഫിയ, യു ആർ റൈറ്റ്. ആദ്യം പറഞ്ഞ ആൾക്ക് ഒരു ക്രെഡിറ്റ് കൊടുക്കണ്ടേ? കറക്റ്റ് ആൻസർ ആണ്. വേറെ ആരും ഉത്തരം വന്നിട്ടില്ല. സിനിമയുടെ പേര് മുന്നാബായ് MBBS. കറക്റ്റ് ആണ് ആൻസർ. ആൽഫിയ സിനിമ കണ്ട കൂട്ടത്തിൽപ്പെട്ടാന്ന് തോന്നുന്നു. ഹിന്ദി സിനിമ ഒക്കെ കാണാറുണ്ട്. യെസ്. നെക്സ്റ്റ് ക്യാരക്ടർ, മഹാവീർ സിംഗ് ഫോഗാട്ട്. PHOGAT. മഹാവീർ സിംഗ് ഫോഗാട്ട്. മഹാവീർ സിംഗ് ഫോഗാട്ട്, PHOGOT. ഫാത്തിമ ഷാജി ആൻഡ് സിമി. ഫാത്തിമ ഷാജി, സിമി, സുഹൈന. ഫാത്തിമ ഷാജി ആൻഡ് സുഹൈന. ഓക്കെ 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 ഓക്കെ, ശരിയാണ്. വിദുല പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ആണ്. ഡാങ്കൽ, DANGAL. യെസ്. നെക്സ്റ്റ്, ചിലപ്പോൾ ഇത് പെട്ടെന്ന് പറയാൻ പറ്റുമായിരിക്കും. നെക്സ്റ്റ് ക്യാരക്ടർ ഈസ് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ. ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ. അല്ല സുഹൈന. ഓക്കെ. സിമി, നന്ദന. ആൽഫിയ, സിമി, നന്ദന, ആൽഫിയ. നെയിം ഓഫ് ദി ഫിലിം ഈസ് ജയിലർ. ജയിലർ ആണ്. നെയിം ഓഫ് ദി ഫിലിം ഈസ് ജയിലർ. യെസ്. അത് വളരെ വിവാദമൊക്കെ ആയതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിച്ചത് കേട്ടോ. വെരി ഗുഡ്. അടുത്തത് വളരെ സിമ്പിൾ ആണ്. ചതിയൻ ചന്തു. ചതിയൻ ചന്തു. അത് അതിൻ്റെ അത് കഥാപാത്രമാണ് സുഹൈന.
അഞ്ജലി കിരൺ, സിമി, അഞ്ജലി കിരൺ, സിമി രണ്ടുപേരുണ്ട് അല്ലെ. ഫാത്തിമ, അഞ്ജലി കിരൺ, സിമി ആൻഡ് ഫാത്തിമ. മറ്റേത് ചതിക്കാത്ത ചന്തു അതൊരു സിനിമയുടെ പേരാണ്, പക്ഷെ കഥാപാത്രത്തിന്റെ പേര് ചതിയൻ ചന്തു എന്നാണ്. അത് ഒരു വടക്കൻ വീരകഥ. യെസ്. അടുത്തത് നേരത്തെ ചോദിച്ചതിനേക്കാളും സിമ്പിളാണ്. ഐക്കോണിക് ക്യാരക്ടർ ഈസ് ജോർജ് കുട്ടി. ജോർജ് കുട്ടി. നന്ദന, സുഹൈല, സിമി. നന്ദന, സുഹൈല ആൻഡ് സിമി. ഓക്കെ ഓക്കെ ഓക്കെ. ഇതെല്ലാവരും കുഞ്ചു, വിദുല എല്ലാവരും എഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ആ വാരപ്പള്ളി പെരുന്നാളിന് പോയത് അല്ലേ? വെരി ഗുഡ്. ജോർജ് കുട്ടി കറക്റ്റ്. യെസ്. അടുത്തത് ഐക്കോണിക് ക്യാരക്ടർ റെമോ റാം വാക്ക് മോഡൽ. റെമോ റാം വാക്ക് മോഡൽ. സുധി, കുഞ്ഞി, നന്ദന. ശ്രുതി നേരത്തെ വന്നിട്ടില്ലല്ലോ. ശ്രുതി, ശ്രുതി, കുഞ്ഞിപ്പിന് പേരാണ്. ഞാൻ പേര് പറഞ്ഞല്ല. മൂന്നാമത്തെ പേര് എന്താ പറഞ്ഞ? നന്ദനാണ്. ആ ഓക്കെ 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 ഓക്കെ. നന്ദന. യെസ്. Okay, Onion. The name of the film is Onion. Okay, 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 okay. Yes. Next question. Thanos. 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 Oh, Simi Medicanla. Yes. Simi, Alfia, Silashmi. Simi, Alfia, and Silashmi. Silashmi at the one that is Silashmi. Okay, very good, very good, very good. Avenger. Yes. Another. Name of the character Maximus Decimus Meridius. Maximus Decimus Meridius. അതല്ല. ഓ, സിമി വീണ്ടും സ്കോർ ചെയ്തിരിക്കുകയാണ്. വെരി ഗുഡ്. യു ആർ റൈറ്റ് സിമി. വേറെ ആരും ഉത്തരം പറഞ്ഞിട്ടില്ല. അപ്പൊ സിമിക്ക് തന്നെ അതിന്റെ ക്രെഡിറ്റ് പോവുകയാണ്. യെസ്. നെയിം ഓഫ് ദി ഫിലിം ഈസ് ഗ്ലാഡിയേറ്റർ. ആ, തൊട്ടുപുറകിൽ സുഹൈല വന്നിട്ടുണ്ട്. അപ്പൊ സുഹൈലയെ കൂടി നമ്മൾ പരിഗണിച്ചു. യെസ്. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ മാക്സിമസ് ഡെസിമസ് മെറിഡിയസ്. നെയിം ഓഫ് ദി ഫിലിം ഈസ് ഗ്ലാഡിയേറ്റർ. അടുത്തത് ഒപ്റ്റിമസ്. OPTIMUS. ഒപ്റ്റിമസ് പ്രൈം. PRIME. ഒപ്റ്റിമസ് പ്രൈം. ഓക്കെ. സിമി വീണ്ടും തകർത്തിരിക്കുകയാണ്. യെസ്. അൽഫിയുണ്ട് കൂടെ. യെസ്. ആ, സുഹൈല വന്നിട്ടുണ്ട്. യെസ്. കറക്റ്റ് ആൻസർ ആണ് ട്രാൻസ്ഫോമേഴ്സ്. യെസ്. അടുത്ത ഐക്കോണിക് ക്യാരക്ടർ. ലാസ്റ്റ് ചോദ്യമാണ്. ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ചോദ്യം ഇതാണ്. എം. ഇത് ഒരു സീരിയൽ മോഡൽ വേണ്ട കഥാപാത്രം. ഇപ്പൊ നമ്മൾ പറയാം ജാക്കി ജാൻ ഫിലിം സീരിയൽ എന്ന് പറയുന്ന പോലെ അങ്ങനെ വരുന്നൊരു ആക്ടറുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു കഥാപാത്രമാണ് എം.
അതല്ല, കഥാപാത്രത്തിന്റെ പേര് പറയാമോ? സിനിമയുടെ പേര്? ആ സിനിമക്ക് അദ്ദേഹത്തിന്റെ പേര് വെച്ചാണ് ഇങ്ങനെ പറയുന്നത്. ജാക്കി ചാൻസ് ഫിലിമിലൊക്കെ പറഞ്ഞ പോലെ ആക്ഷൻ മൂവി ആയിരിക്കും എപ്പോഴും അദ്ദേഹത്തിന്റെ. ഓക്കെ ആൽഫിയ. ജെയിംസ് ബോണ്ട് സീരീസ്. ഓക്കെ 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 ആൽഫിയ, യു ആർ റൈറ്റ്. ജെയിംസ് ബോണ്ട് സീരീസ്. ഓക്കെ 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 യെസ്. അപ്പൊ ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോ ഈ ചോദ്യങ്ങൾ അവസാനിച്ചതിന് ശേഷം വേറെ കുറച്ചുകൂടി ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും ഇതിന്റെ അകത്ത് എങ്ങനെയാണ് നിങ്ങളുടെ നിലവാരം വന്നത്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഞാൻ അടുത്തന്നെ മാർക്ക് കൂടി ഇടാം. ഞാനിത് ഞാൻ വരുന്നതും പറയാം. അഞ്ജലി കിരൺ 1 പോയിന്റ്, ലക്ഷ്മി ശ്രീലക്ഷ്മി എസ് ലക്ഷ്മി എന്നായിരിക്കണം 1 പോയിന്റ്, ശ്രുതിക്ക് 1 പോയിന്റ്, കുഞ്ചു 1 പോയിന്റ്, ഫാത്തിമ 3 പോയിന്റ്, നന്ദന 4 പോയിന്റ്, അഞ്ജലി 1 പോയിന്റ്, സുഹൈന 5 പോയിന്റ്, ആൽഫിയ 6.6, സിമി ഭയങ്കര വ്യത്യാസത്തിലാണ് എല്ലാവരും നിന്നും 11 പോയിന്റ്. 11. സിമിക്ക് കഥാപാത്രത്തിന്റെ പേരൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാം. ഒരു സിനിമ പോലെ സിമി വിടുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? കറക്റ്റ് സിനിമ എല്ലാം കാണുന്നത്. സിമി, how can you know all these things? പഴയ സിനിമകളാണ് ഇതിൽ കാണാറുണ്ട്. പിന്നെ പിള്ളേരുകൾ കാണും, കുട്ടികളെ. അപ്പൊ അവരൊപ്പം കാണും അല്ലേ? അല്ല, കാണുന്ന പിള്ളേർ പറയും. യെസ്, അവര് കഥ പറയും. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. മനസ്സിലായില്ലേ? ഓരോ അറിവും ചെറുതല്ലാന്ന് മനസ്സിലായില്ലേ? ഓക്കെ യെസ്. ഇനി അടുത്തത് സിമ്പിൾ ആണ്. ചോദ്യം ഇതാണ്. An Indian state on the south western coast, COAST coast. An Indian state on the south western coast, COAST. ഞാൻ ആൻസർ പറയാൻ ക്ലൂ തരാൻ പറ്റുപോയി. എല്ലാ ആൻസറിന്റെയും ഫസ്റ്റ് ലെറ്റർ ജി, രണ്ടാമത്തെ ലെറ്റർ ഒ. ഓക്കെ. സിമി, അനീഷ, കുഞ്ചി. സിമി വന്നിട്ടുണ്ട്. അനീഷ ആദ്യമായിട്ട് വരികയല്ലേ? അനീഷ, കുഞ്ചു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, next question. A protective glass, GLASS, a protective glasses set in a flexible frame used while swimming. A protective glasses set in a flexible frame used while swimming. Simi, Alfia, Srilakshmi. Simi, Alfia and Srilakshmi. Correct ആണ്. Google. Okay. ശരിയാണ്. Next is symbol. Yellow colored precious metal. Yellow colored Simi, Jasila, Srilakshmi. Simi, ജസീല നേരത്തെ വന്നിട്ടില്ല അല്ലേ? ജസീല ആൻഡ് ശ്രീലക്ഷ്മി. ഓക്കെ, സുഹൈന കറക്റ്റ് ആൻസർ ആണ്. ഗോൾഡ്.
It's a correct answer. Answer. A gesture, G-U-S-T-U-R-E, a gesture or remark used while taking leave, L-E-A-V-E, leave from a place. A gesture or remark used, Fatima, Sri Lakshmi, Anisha. Fatima, Sri Lakshmi, Anisha. Goodbye, goodbye. Yes, go, goodbye. Gesture, yes. Goodbye. A large A-P-E, with black fur, F-U-R. A large A with black fur. Okay. Simi, Sri Lakshmi, Anisha. Simi, Sri Lakshmi, Anisha. Okay. Serial answer. The answer is called gorilla. Yes. அடுத்தது. A score, S-C-O-R-E, a score in a football match. A score, okay. Sri Lakshmi, Simi, Kunju. Sri Lakshmi, Simi, and Kunji. Okay. Correct. Goal. Yes. அடுத்தது. The very famous search engine. The very famous search engine. Nandana, Anisha, Simi. Nandana, Nandana, Anisha, Simi. Okay, correct. Anjali, correct. Okay, Jessira, correct. Google, is a correct answer. Another. A close friend of F-R-I-E-N-D. A close friend of Mickey Mouse and Donald Duck. A close friend of yes, Simi, Suhaina, Sri Lakshmi. Simi, Suhaina, and Sri Lakshmi. It's the correct answer. Very good. Goofy. Yes. Yes, Arthur. A message concerning Christ. Christ means Jesus Christ. Christ, the kingdom of God and salvation. A message concerning Christ, the kingdom of God and salvation. Adella Gunju. A message concerning Christ, Christ, the kingdom of God and salvation. അതൊക്കെ പറയുന്ന ബുക്കിന്റെ പേര് അല്ലെങ്കിൽ ആ സംഗതിയുടെ പേരാണ്. ഓക്കെ സിമി, യു ആർ റൈറ്റ്. സിമി, അനീഷ, സുഹൈന. സിമി, അനീഷ ആൻഡ് സുഹൈന. കറക്റ്റ് ആണ്. ഗോസ്പൽ എന്നാണ്. ഗോസ്പൽ. യെസ്. ഓക്കെ. അടുത്തത്. A small orange colored fish often kept in aquarium. Alfia, Sri Lakshmi, Anisha. Alfia,
ശ്രീലക്ഷ്മി ആൻഡ് അനീഷ കറക്റ്റ് ആണ്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, അഞ്ജലി കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഗോൾഡ് ഫിഷ്. ഓക്കെ 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 ഓക്കെ. അടുത്തത് next is the last question. A large flowing FLOWNG, a large flowing dress for bride, BRIDE, bride. Nandana, Simi, Fatima. Nandana, Simi and Fatima. Okay. Very good. Yes. അപ്പോ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെട്ട പ്രകടനമാണ്. ഇന്നത്തെ ദിവസം സിമിക്ക് അവകാശപ്പെട്ട ദിവസമാണെന്ന് തോന്നുന്നു അല്ലേ? എല്ലാവർക്കും ഒരു ദിവസം ഉണ്ടാവില്ലേ? ടുഡേ ഇസ് ദ ഡേ ഓഫ് സിമി. യെസ്. അപ്പൊ ഞാൻ നേരത്തെ ലഭിച്ചിട്ടുള്ള പോയിന്റിന്റെ കൂടെയാണ് ഇതും കൂടി പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ പോയിന്റ് പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞത് പ്ലസ് ഇത് കൂടി. യെസ്. അഞ്ജലി കിരൺ ആ 1-ൽ തന്നെ നിൽക്കുകയാണ്. ശ്രുതി 1 തന്നെ, ജസീലയും 1 തന്നെ. കുഞ്ചി നമ്മുടെ 3 പോയിന്റ് വന്നിട്ടുണ്ട്, 3 പോയിന്റ് വന്നിട്ടുണ്ട്. യെസ്. ഫാത്തിമ 5 പോയിന്റ് വന്നിട്ടുണ്ട്, 5 പോയിന്റ് വന്നിട്ടുണ്ട് ഫാത്തിമ. യെസ്. ഇനി നന്ദന 6 പോയിന്റ് വന്നിട്ടുണ്ട്, 6 പോയിന്റ് വന്നിട്ടുണ്ട്. പിന്നെ അഞ്ജലി 1 പോയിന്റ് തന്നെ നിൽക്കുകയാണ്. യെസ്. പിന്നെ അനീഷയും 6 പോയിന്റ് വന്നിട്ടുണ്ട്, 6 പോയിന്റ് അനീഷ. അനീഷ 6 പോയിന്റ്. ഇനി അടുത്തത് ശ്രീലക്ഷ്മി 8 പോയിന്റ് വന്നിട്ടുണ്ട്, 8 പോയിന്റ്. ഇനി സുഹൈന 7 പോയിന്റ് വന്നിട്ടുണ്ട്, 7 പോയിന്റ്. അൽഫിയ 8 പോയിന്റ് വന്നിട്ടുണ്ട്, 8 പോയിന്റ്. പിന്നെ സിമി വ്യക്തമായ ഭൂരിപക്ഷത്തിലാണ്, 20 പോയിന്റ് വന്നിട്ടുണ്ട്, 20 പോയിന്റ്. ഓക്കെ. അപ്പോ ഐക്കോണിക് ക്യാരക്ടർ പറഞ്ഞ നിങ്ങൾക്ക് കാര്യങ്ങളെ കുറിച്ച് അറിയാമെന്ന് അറിയുന്നത് തന്നെ വളരെ നല്ല കാര്യമാണ്. ഇത് എപ്പോഴും പറയാണ്ട് നിൽക്കുക, ഒരറിവും ചെറുതല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. യെസ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ടുഡേയ്സ് പെർഫോമൻസ് that was very good. ഓക്കെ. വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഒരു വിഷയവുമായിട്ട് വരാം. കൂട്ടത്തില് അടുത്ത ഒരു ടെൻസിലേക്ക് കൂടി നമുക്ക് പാസീവ് വോയിസിലോട്ട് മാറ്റുകയും ചെയ്യും. ഓക്കെ. We will meet in the next class. Okay, Suhaina? Okay, bye. Thank you, sir. Okay, welcome. Okay, Anisha. അഭിജിത്തിനെ കണ്ടില്ലല്ലോ, ഞാൻ വന്നപ്പോ തന്നെ വിളിച്ചിരുന്നല്ലോ. സർ, എക്സാം അടുത്ത മാസമാണോ? എക്സാം അടുത്ത മാസമാണോ? അത് ടീച്ചർ പറയൂടാ, കറക്റ്റ് ഡീറ്റെയിൽസ് ടീച്ചർ പറയും. ഓക്കെ. Okay, bye.